ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പാസ്റ്റർ KG ശാമുവേലിൻ്റെ വേർപാടിൻ്റെ ബന്ധത്തിൽ അനുശോചനം അറിയിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ബേബി മാത്യു, ന്യൂയോർക്കിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പാസ്റ്റർ KG ശാമുവേലിൻ്റെ ഇളയ മകൾ ജോളിയുടെ ഭർത്താവ് ബെൻറ്റിയുടെ മാതാപിതാക്കളാണ്. 21 വർഷത്തിലധികമായി ഈ കുടുംബവുമായി ഞങ്ങൾക്ക് സ്നേഹബന്ധമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം കുടുംബമായി സുവിശേഷ വേലയിൽ ആയിരുന്നു. അമേരിക്കയിൽ വന്ന ശേഷവും നോർത്ത് ഇന്ത്യയിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന വാക്യം പോലെ തന്നെ എപ്പോഴും വളരെ സൗമ്യതയോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് താൻ പലപ്പോഴും പറയുമായിരുന്നു. അനേകം ക്രിസ്തീയ ഗാനങ്ങൾ താൻ രചിച്ചിട്ടുണ്ട്. വളരെ കഷ്ടങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു. കഷ്ടതയും കണ്ണുനീരും ഇല്ലാത്ത വിശ്രമദേശത്ത് ആയിരിക്കുന്നതിൽ ആശ്വാസമുണ്ട്. തൻ്റെ വേല കർത്താവിൽ വ്യർത്ഥമല്ല എന്നും എല്ലാറ്റിനും പ്രതിഫലം ലഭിക്കുമെന്നും നാം അറിയുന്നു. നിത്യതയിൽ വീണ്ടും കാണാമെന്ന് പ്രത്യാശിക്കുന്നു. എൻ്റെയും ഭാര്യ ലിസ്യമ്മയുടെയും മക്കൾ ബെൻലി, നിംസി എന്നിവരുടെയും പേരിൽ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെയും കുടുംബാംഗങ്ങളെയും ദിവ്യസമാധാനത്താൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാസ്റ്റർ ജോസഫ് വില്യംസ് ന്യൂയോർക്കിൽ നിന്നും ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ KG ശമുവേലിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിക്കും മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം എല്ലാവിധമാകുന്ന ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അവരെ കുടുംബമായി ന്യൂയോർക്കിൽ ആയിരുന്ന അവസരങ്ങളിൽ അവരുമായി അടുത്ത് പരിചയപ്പെടുവാനും ഒരുമിച്ച് ശുശ്രൂഷകളിൽ പങ്കാളികളാകുവാനൊക്കെ ലഭിച്ചിട്ടുള്ള നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസി പ്രിയ ലയാമ സിസ്റ്റർ ദീർഘവർഷങ്ങൾ ന്യൂയോർക്കിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സഹോദരി സമാജത്തിൻ്റെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായും ഒരു അനുഗ്രഹീത പ്രവർത്തകയായും മറ്റും ഇവിടെയുള്ള സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നാളുകളിൽ ആ പ്രിയപ്പെട്ടവളോടും കുടുംബത്തോടും അടുത്ത് കൂടുതൽ അറിയുവാനും പ്രവർത്തിപ്പാനൊക്കെ ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. IPC ഈസ്റ്റേൺ റീജിയൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഈസ്റ്റേൺ റീജിയനിലുള്ളതാകുന്ന എല്ലാ IPC സഭകളുടെയും ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. IPC ജനറൽ കൗൺസിൽ അംഗം എന്ന നിലയിൽ IPC ജനറൽ കൗൺസിലിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്വർഗത്തിലെ ദൈവം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. My name is PC Jacob from New York. Pastor KG Samuel is the father-in-law of my older sister Ponnamma Thomas's oldest son Gigi Thomas. Since Gigi married Grace, we have been in good relationship with this family. Personally, I am indebted to dear Achayan for his valuable advice and guidance when I needed badly. Moreover, as a family, when we were going through some difficult time, his presence and prayers were a lot to us. Who can forget his sweet smile?
Who can forget his soft words? Who can forget his passion for Lord Jesus Christ? Whenever I see him, I remember Philemon in Bible, one who refreshed the hearts of many saints. Dear Mama and dear children, we as a family are so sorry to hear about the passing of our Achayan. Dear Mama and children, on behalf of our sister Pannama Thomas, brothers P.C. Raju, Dr. P.C. Varghese, Reverend P.C. Abraham, P.C. Babu, and P.C. Joseph, I express our deep condolence, and also I express our great Christian hope. One day we are going to see him on the other shore. May God comforts you all. God bless you. Thank you. As we all gathered this morning to remember the life of our dear pastor, K.G. Samuel, my memory goes to 1970, when dear pastor and auntie came to Tarsi to study the word. And after completing his studies, he became one of the pastor, and God enabled me to grow under his leadership. A man of faith, a man of passion for Christ Jesus. And I thank God for this man who served the Lord very faithfully. This morning, there are many, many things to remember about this wonderful servant of God. But I want to just share the two special qualities of this man of God. Number one, a servant with a humble spirit, kind heart, soft spoken. Number two, always we can see a beautiful smile on his face. Whoever come across in his life, I know that he touched many through that beautiful smile on his face. I have seen Christ was reflected through his life. Last couple of years back, he came to Manchester in United Kingdom. And me and my family and our church back in Manchester got this privilege to enjoy his ministry, beautiful Hindi songs. And again, just this year, beginning of this year, me and my wife Mercy, we went to Dallas to meet this dear pastor. That much this family is connected to us. I know we all are in sorrow. Our heart is saddened because of his demise, but we have a hope as a children of God. We are going to see him at other shore. The Bible says in Revelation chapter number 14, verse number 13, and I heard a voice from heaven saying, write this, blessed are the dead who die in the Lord. From now on, blessed indeed, says the Spirit, that they may rest from their labors, for their deeds follow them. On behalf of Thomas family, all my siblings, Mary and family, Susamma and family, Joy Thomas and family, Matthew Thomas and family in Dallas, John Thomas and family in Australia, me, my wife Mercy, Sharon and Steve. We as a family stand with you, Auntie Leama, Grace and family, Joyce and family, Jolly and family, in this time of sorrow. And we pray for you. May God's peace and God's comfort rest upon your life. May God bless you. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പൗലോസിന്റെ ഭാഷയിൽ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. പൗലോസ് വീണ്ടും പറയുന്നു, ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. പ്രിയ പിതാവിന്റെ മരണം നമുക്കൊരു നഷ്ടമാണെങ്കിലും
യഹോവയ്ക്ക് അത് വിലയേറിയതാണ്. പ്രിയ ദൈവദാസന് അത് ലാഭവുമാണ്. കർത്താവിനോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെട്ട ഈ ദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1998 പ്രിയ പിതാവിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ജയിച്ചാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രിയ ദേവാസിന്റെ മൂത്ത മകൾ ഗ്രേസിനെയാണ്. അവസാനമായി ഞങ്ങളുടെ കൂടിക്കാഴ്ച 2017 തൻ്റെ ആഗ്രഹപ്രകാരം UK വന്നപ്പോഴാണ്. ചില ആഴ്ചകൾ ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത് സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. വത്സല പിതാവിന് ഏറിയ വർഷങ്ങൾ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ദൈവജനമായി പോകുവാനും കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാനും ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ മാതാവും ഞങ്ങൾ സഹോദരങ്ങളായ സ്റ്റീഫനും കുടുംബവും റിജോയും കുടുംബവും പത്യപറമ്പിൽ കുടുംബവും ഞങ്ങൾക്കും കുടുംബമായി ഈ അവസരത്തിൽ ഈ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേരുന്നു. താമസമേന കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമുക്ക് മുമ്പേ പോവ വിശുദ്ധന്മാരോട് ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ ആശ്വാസവചനങ്ങളാൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ ലേമാൻറ്റി ഗ്രേസ് ചേച്ചി കുടുംബം, ജോയ്സ് കുടുംബം, ജോളി കുടുംബം എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. മാറാനാഥ. Grace and peace be unto you from our Lord and Savior Jesus Christ. I join with you all in your sorrows at this difficult time, and I pray that our God of comfort grant you peace to every heart. Pastor K.G. Samuel was a good friend of mine, a long-time friend, a faithful friend. I want to express a few things about him. He was a humble man. He always walked in humbleness. He never say a bad thing about another person. He always approaches everyone with a smiling face. And also he was a very simple man. He lived a simple life. And also he was a holy man. Born as a pastor's son in an IPC church, he dedicated his life to work in the vineyard of North Indian villages. He got good education from North India. He taught many Bible schools in North India. And beginning of his ministry, he suffered a lot. Financial problems, starvation, many difficulties along with his family. But always stood for the fundamental doctrines of Pentecostal teaching of holiness and separation. He was a holy man. He never traded the glory of God for gaining anything from this world. And he was a hopeful man. He possessed multi-talents. In his writings, in his songs, in his messages, he was full of hope. He never lose the hope in God. He trust God all the time. He was a simple man, humble man, a faithful man, a holy man, and a hopeful man. Leah Mama, Sister Grace, Sister Joyce, Sister Jolie, all family members, our beloved K.G. Samuel Pastor is with God. He is in heaven. He finished his course. He ran his race. And he will get the reward. Have hope in God. Always trust in the Lord. We will see him one day. We will definitely see him one day. Let the peace of God be with you all. Amen. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നല്ല പൊറുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തുവെന്ന ദൈവവചനം അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കിയ ഒരു ദൈവദാസനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസ്മരിക്കുകയാണല്ലോ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീർഘവർഷങ്ങളായി എനിക്കും പ്രിയ പാസ്റ്റർ K.G. സാമുവൽ തന്റെ കുടുംബവുമായിട്ട് നല്ലൊരു ആത്മബന്ധമാണ്.
അതുമാത്രമല്ല, സ്വന്തം സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ജീവിക്കുവാൻ കർത്താവ് സഹായിച്ചു. IPC നോർത്തേൺ റീജിയനിൽ ഞാൻ വന്ന 1979 മുതൽ നല്ല സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോവുകയും ഞാൻ താമസിച്ചിരുന്ന ഉത്തർപ്രദേശത്തെ മധുരയിലും ആസാമിലെ ഗുവാഹട്ടിയിലും തേസ്പൂരിലും മറ്റ് പല സ്ഥലങ്ങളിലും താൻ കുടുംബമായി കടന്നു വന്നതിനോടൊപ്പം താമസിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോയി പ്രവർത്തിപ്പാനും കർത്താവ് സഹായിച്ചു. തന്റെ ദേഹവിയോഗം എന്റെയും കുടുംബത്തിന് വലിയൊരു പ്രയാസത്തിന് ദുഃഖത്തിന് കാരണമായി തീർന്നു. കർത്താവിന് വേണ്ടി വളരെയധികം നിലനിന്നിരുന്ന വടക്കേ ഇന്ത്യയിൽ അധികം ശോഭിച്ചിരുന്ന ഒരു കർത്തൃദാസനായിരുന്നു പാസ്റ്റർ KG ശാമുവേൽ. എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി സംഭവങ്ങളുണ്ട്. എങ്കിൽ തന്നെ ഒരു കാര്യം മാത്രം സമയത്തുകൊണ്ട് ഞാൻ പറയട്ടെ. 1982 ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മധുരയിൽ താൻ കടന്നു വന്ന് എന്റെ യാത്രയ്ക്ക് മറ്റ് സൗകര്യങ്ങളില്ല എന്നതുകൊണ്ട് ഒരു സൈക്കിൾ താൻ എനിക്ക് തന്നത് ഞാൻ ഓർക്കുന്നു. കർത്താവ് ആ കുടുംബവുമായിട്ട് നൽകിയ ബന്ധം എനിക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. താൻ രോഗിയായി കിടന്ന സമയം മുതൽ തന്റെ ഇളയ മകൾ ജോയ്സിനെ കൂടെ വിളിക്കുകയും അപ്പോൾ തന്നെ ഫോട്ടോയും വീഡിയോസും എല്ലാം അയച്ചു തരികയും ചെയ്തുകൊണ്ടിരുന്നു. അവിടെയെല്ലാം ദൈവം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ സമയമായപ്പോൾ പ്രിയ ദൈവദാസനെ കർത്താവ് തന്റെ വിശ്രാമ സ്ഥലത്തേക്ക് എടുത്തു. പ്രിയപ്പെട്ട സഹോദരിയെയും പ്രിയപ്പെട്ട മക്കൾ ഗ്രേസിനെയും ജോയ്സിനെയും ജോളിയെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിശേഷാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന IPC ബോഡോലാൻഡ് ആസാമിന്റെ എല്ലാ പ്രവർത്തകരുടെയും ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രത്യാശയിൽ നമുക്ക് കാണാം എന്നുള്ള ആഗ്രഹത്തെ ദൈവസന്നിധിയിരിക്കുന്നു. കർത്താവ്. എൻ്റെ പേര് CM എബ്രഹാം. ഞാൻ ന്യൂയോർക്കിലുള്ള ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ദൈവത്തെ ആരാധിച്ചു വരുന്നു. പ്രിയ പാസ്റ്റർ KG ശാമുവേലും കുടുംബവും ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന സമയം മുതൽ പ്രിയ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രിയ പാസ്റ്റർക്ക് ഹിന്ദിയിലുള്ള പ്രാവീണ്യവും ഉത്തരേന്ത്യയിലെ സുവിശേഷ വേലയോടുള്ള അതീവ താല്പര്യവും താനുമായിട്ടുള്ള സഹകരണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊക്കെ അല്പമൊരു മുക്തി പ്രാപിച്ചപ്പോൾ താൻ ഇന്ത്യയിലേക്ക് കടന്നു പോവുകയും അവിടെയുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചില വർഷങ്ങൾ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തനത്തിന് താൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഇന്ത്യയിൽ കടന്നു പോകുന്നതിനും പ്രിയ ദേവദാസനും കുടുംബത്തോടുമൊത്ത് താമസിക്കുന്നതിനും താനുമൊത്ത് ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്ത് താൻ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ദൈവം തനിക്കിപ്പോൾ ഒരു വിശ്രമം കൊടുത്തിരിക്കുകയാണ്. ദൈവം ദാനിയേലിനോട് പറഞ്ഞതുപോലെ, നീയോ അവസാനത്തോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞതുപോലെ പ്രിയ ദേവദാസൻ ആ ഉയർപ്പിന്റെ പെൺപുലരിയിൽ തന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്നുള്ള വലിയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവേലയെ സ്നേഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും താൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മറന്നു കളവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ആകയാൽ അതിനൊക്കെയും ഒരു പ്രതിഫലം പ്രാപിപ്പാൻ താൻ എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം. പ്രിയ ലേമാമയും ഗ്രേസിനെയും ജോയ്സിനെയും ജോളിയെയും മറ്റ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്നേഹത്തെയും അനുശോചനത്തെയും ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Greetings to you all in the sweet name of our Lord and Savior Jesus Christ. Let me introduce myself.
I'm Pastor Jacob Thomas, son of late Pastor Korean Thomas of Itarsi. When Auntie Mrs. KG Samuel asked me to say a few words on behalf of our family, I was humbled by her request. I count it as a great honor to say a few words about this great man of God, Pastor KG Samuel. At the very outset, I would like to express our deepest condolences, myself and my wife Sally, my brothers, Pastor George and Molly Thomas, Dr. Matthew and Emily Thomas, Sam and Elizabeth Thomas, Abraham and Susie Thomas, and our sister Mary James and Babu Kuti James. As Pastor and Mrs. KG Samuel were connected with Itarsi for many years, I would like to bring the condolences of my aunt Mrs. V.T. Matthews, Walsa Wales, Binny and Annie, Mr. and Mrs. Epan Thomas, Joey Thomas, Matthew Thomas, John Thomas and Samuel Thomas, Mary Mathai and Shirley Samuel and their families. I also want to bring condolences of the senior pastors of Itarsi Fellowship who worked with Pastor KG Samuel for many years and knew him very well. I know Pastor KG Samuel for more than 55 years, and I know there may be only a handful of people in this homegoing service who knew Pastor KG Samuel for more than 55 years, I doubt. Having the vision and burden for North India and call of the Lord, Pastor KG Samuel came to Itarsi as a young man of only 20 years to study in our Bible college. After finishing his Bible college degree, he went to Ratlam in Madhya Pradesh and from there to Ahmedabad, Gujarat. It was in God's plan for Pastor Samuel to come back to Itarsi, this time not as a student, but as an associate pastor of PCG Itarsi and also as a Bible college teacher in CIBC. He worked hand to hand under the leadership of our dad, Pastor Korean Thomas of Itarsi for many years. After some time under God's direction and Holy Spirit guidance, Pastor KG Samuel and Mrs. Samuel along with their children moved to New Delhi to work with IPC Northern Region. In his own time, God brought the man of God and his family to New York, USA. Pastor KG Samuel was a gifted servant of God. He could sing beautifully and lead the worship in Malayalam and Hindi very well. He wrote few songs as well as some books also. Pastor KG Samuel and Sister Samuel visited our home in Philadelphia many years back and had a sweet fellowship of breaking the bread together. He has completed his race. He has kept his faith. He has finished his course. We have a living hope that one of these days we are going to see Pastor Samuel on the other shore where there is no separation, where there is no grief, where there is no sorrow, where there is no cry. Jesus said, I leave my peace with you. My peace, I give it to you. May God of peace give his peace and comfort to Mrs. Samuel, dear auntie, daughters Grace, Joyce, Jolly and their spouses and their children and all the believers all around the world. God bless you. God's peace. Thank you very much. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ നിത്യതയിൽ പ്രവേശിച്ച പാസ്റ്റർ KG സാമുവൽ ദേവദാസന്റെ മെമ്മോറിയൽ സർവീസിനുള്ള ബന്ധത്തിനുള്ള വാക്കുകൾ സംസാരിപ്പാൻ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ താൻ എനിക്കൊരു ആത്മീയ പിതാവായിരുന്നു. ഞാൻ ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ട കൈത്താങ്ങലുകളും ഉപദേശങ്ങളും പ്രാർത്ഥനകളും നൽകി എന്നെ അനുഗ്രഹിച്ച ഒരു ദേവദാസനാണ്. അതുപോലെ എനിക്ക് ദൈവവചനം പഠിക്കുവാനുള്ള സാഹചര്യങ്ങളും കർത്താവിന്റെ ദാസൻ എനിക്ക് ഒരുക്കി തന്നു. ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ അങ്കിളിന്റെ മൂത്ത മകൻ പ്രിയ ജിജിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ആ കുടുംബവുമായി ബന്ധപ്പെടുവാനിടയായിത്തീർന്ന 2010 ഞങ്ങൾക്ക് ഡാളസിൽ കടന്നു പോകാൻ ഒരു അവസരം ഉണ്ടായി. അന്നു മുതൽ ആ കുടുംബമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷം ചില വർഷങ്ങൾക്ക് മുമ്പേ പ്രിയാങ്കള് രോഗശൈലിയിലായിരുന്ന സമയത്ത് പോയി ഒരാഴ്ചയിലധികം അവിടെ താമസിക്കുവാൻ ദൈവം കൃപ തന്നു. അന്നേരം പ്രിയപിതാവുമായിട്ട് ആത്മീയ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുവാനും സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഈ ദേശത്തെ UK-ലും നോർത്തേൺ അയർലൻഡിലും കടന്നു വരുവാനും ഞങ്ങളുടെ സഭയിലും ചില കുടുംബങ്ങളിലുമൊക്കെ സ്തോത്രം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ വേർപാട് എൻ്റെ ന്യൂസ് ഞാൻ എൻ്റെ ചർച്ചിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ചർച്ചിലെ മെമ്പേഴ്സൊക്കെ പഴയ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുവാനും ആ മെമ്മറീസൊക്കെ ഞങ്ങൾ റിവൈസ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ആ നല്ല നാളുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ
മമ്മിയുടെയും പപ്പായുടെയൊക്കെ എൻ്റെ പേരൻസിൻ്റെ 50th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നാട്ടിൽ കടന്നു വന്ന സമയത്ത് തൻ്റെ ദാസൻ കടന്നു വരുവാനും ആ ശുശ്രൂഷ സംബന്ധിപ്പാനും വചനം ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവസരം കൊടുത്ത് അതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതിലും എല്ലാം ഉപരിയായിട്ട് താൻ ഡൽഹിയിൽ നിന്നും തൻ്റെ കറസ്പോണ്ടൻസ് കോഴ്സ് ബൈബിൾ കോളേജിൻ്റെ മെറ്റീരിയൽസുമായിട്ട് എൻ്റെ ഭവനത്തിൽ നല്ല വെയിറ്റുള്ളതാണ്, 3-4 കിലോ വെയിറ്റുള്ള സാധനവുമായി ഡൽഹിയിൽ നിന്ന് ഭവനത്തിൽ ചിങ്ങമരത്ത് വന്നത് ഞാൻ ഓർക്കുന്നു, എനിക്ക് തന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ആത്മീയമായിട്ട് നല്ലൊരു കൈത്താക്കൽ തന്ന ഒരു ആത്മീയ പിതാവായിരുന്നു കർത്താവിൻ്റെ ദാസൻ. ആ കുടുംബമായിട്ടുള്ള ബന്ധം ദൈവം അവരെല്ലാം സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയ മമ്മിയെ, ജിജെ, ഗ്രേസിനെ ദൈവം തനിക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, എല്ലാ കുടുംബാംഗങ്ങളെയും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. കർത്താവിൻ്റെ ദാസന് കർത്താവ് കൊടുത്ത മനുഷ്യായുസ് മുഴുവൻ കർത്താവിൻ്റെ പേരെ ഉത്സാഹിയായിട്ട് വളരെ നാളുകൾ, ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ മഹത്തായ വേല ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. തൻ്റെ പ്രയത്നങ്ങളിൽ നിന്നും താൻ വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവം അതിനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ആമേ, സ്തോത്രം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന IPC ബെൽഫാസ്റ്റ്, നോർത്തേൺ അയർലൻഡ് സഭയുടേതും എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദുഃഖവും ക്രിസ്തീയ പ്രത്യാശയും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മമ്മിയെയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും അറിയിക്കട്ടെ. ആമേ, സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ പ്രിയ പിതാവ് ഉയർത്തെ ക്രിസ്തുവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പ്രത്യാശയുടെ പൊൻപുലരിയിൽ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord. It was really a great, shocking news to me when I came to know about the passing away of our Pastor K.G. Samuel. Our association with pastor and family is very old, as late as 1970s. When he was serving as a pastor in the Pentecostal Church of God, ITRC, under the leadership of late Pastor Kurian Thomas. My husband, late Dr. M. Umachan, was in close association with ITRC Church. So, he was very closely associated with Pastor K.G. Samuel and family in all the church activities. Later on, Pastor and family moved to Delhi and joined IPC Northern Region, and he served many churches in Delhi before moving to USA. Pastor K.G. Samuel was a gentle, soft-spoken, humble servant of God, a man of integrity and faith, with a good sense of humor. He was a songwriter. Mainly he wrote in Hindi. Many of his songs were hit, and one of it was Anadi Ishwar Tu Mere Liye, which was really a blessing to all of us. He wrote many more Hindi songs and recorded them, and he gifted me few CDs when I visited them in Dallas in 2018. There are many sweet memories about that family. Both husband and wife labored in God's vineyard faithfully, facing many hardships. Now it has pleased the great Master to call his servant to take rest from his labor. We have the glorious hope that one day we will meet him at the beautiful shore. On behalf of Umachan family, I extend my heartfelt condolences to our dear sister Liam Samuel, her daughter's families, and all the bereaved relatives and the dear ones. May God's eternal peace comfort and console them. God bless. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഇവിടെയുള്ള ദൈവസഭ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ കല്ലിശ്ശേരി ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭയുടെ മുഴുവൻ വിശ്വാസികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള പ്രത്യേക സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ സുവിശേഷത്തിനു വേണ്ടി വളരെ അത്യുധ്വാനം ചെയ്ത അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യനാണ് പാസ്റ്റർ K.G. സാമുവൽ.
പ്രധാനമായിട്ട് തന്റെ ശുശ്രൂഷകളെ താൻ ഫോക്കസ് ചെയ്തത്, തന്റെ വിഷൻ നോർത്ത് ഇന്ത്യ എന്നായിരുന്നു. കർത്താവിന്റെ മേലെയുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഞാന് 94 മുതൽ 2000 വരെ മധ്യപ്രദേശിൽ കർത്താവിന്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്കറിയാം അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ. നിശ്ചയമായും കർത്താവിന്റെ വേലയെ അധികമായി സ്നേഹിച്ച ദൈവത്തിന്റെ ദാസൻ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ടിടയായിരുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം ആശ്വാസം തരട്ടെ. മാനുഷികമായ വാക്കുകൾ കൊണ്ട് ആശ്വാസം ലഭിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നു. എന്റെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഇമ്പങ്ങളുടെ വീട്ടിൽ പ്രിയ പിതാവിന്റെ ആത്മാവ് വിശ്രമിക്കുകയാണ്. അപ്പോൾ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പത്തിപ്പറമ്പിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കല്ലുശ്ശേരി ഇന്ത്യൻ പെന്തക്കോസ്തൽ സഭയിലെ സജീവ കുടുംബമാണ് പത്തിപ്പറമ്പിൽ കുടുംബം. ആ ഭവനത്തിലെ മക്കൾ എല്ലാവരും തന്നെ അനുഗ്രഹീതരാണ്. പിതാക്കന്മാർ സുവിശേഷത്തിന് വേണ്ടി നിന്നു. പ്രിയ ജിജി ബ്രദർ, ഗ്രേസ് സിസ്റ്റർ, ആ കുടുംബത്തെ ഓർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ വാത്സല്യ പിതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ സർവശക്തനായ ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. കണ്ണുനീരില്ലാത്ത നിത്യഭവനത്തിൽ നമ്മുടെ പ്രിയ പിതാവിനെ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടെ എന്റെ വാക്കുകൾ എവിടെ ചുരുക്കുന്നു. എനിക്ക് അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് വിശേഷാൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. IPC കല്ലിശ്ശേരി സഭയിലെ മുഴുവൻ വിശ്വാസികളുടെ പേരിലും എന്റെയും കുടുംബത്തിന്റെ പേരിലുള്ള ദുഃഖവും പ്രത്യാശയുടെ വാക്കുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ്. എന്നാൽ ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിന്റെ അവസാന വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിങ്കൽ നിനക്കുള്ള ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. നമ്മുടെ കർത്താവിന്റെ ദാസൻ KG ശാമുവേൽ പാസ്റ്റർ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത്, രാജസ്ഥാനിൽ ഞങ്ങൾക്ക് ഒരുമിച്ചും ആസാമിന്റെ പ്രദേശത്തും വിവിധ ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. തന്റെ വേല തികച്ച് താൻ വിശ്രാമത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാനിടയായി. എന്നാൽ ദൈവവചനം പറയുന്ന പോലെ കാഹളം ധ്വനിക്കുമ്പോൾ തനിക്കുള്ള ഓഹരി പ്രാപിപ്പാൻ താൻ എഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ. മാത്രമല്ല IPC ആസാം സ്റ്റേറ്റിന്റെയും പാസ്റ്റർ വർഗീസ് യോണിന്റെയും ആയിരിക്കുന്ന അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ രണാങ്കണത്തിൽ എൻ്റെ സഹപഠനും ക്രിസ്തീയ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടാളിയും ജ്യേഷ്ഠ സഹോദരനുമായ പാസ്റ്റർ KG സാമുവൽ സ്വർഗസ്ഥനായ ദൈവം തനിക്ക് കൊടുത്ത ശുശ്രൂഷ നിവർത്തിച്ച ശേഷം അക്കരെ നാട്ടിൽ വിശ്രമത്തിനായി പ്രവേശിച്ചിരിക്കുന്നു. തൻ്റെ യൗവനദശയുടെ ആരംഭത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്കായി വേർതിരിഞ്ഞ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ വേദപഠനത്തിന് ശേഷം തെരഞ്ഞെടുത്ത കർമ്മഭൂമി വടക്കേ ഇന്ത്യയുടെ വയലുകളായിരുന്നു. എൻ്റെയും ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരുമിച്ച് അനേക വേദികൾ പങ്കിടുവാനും സഹകരിച്ച് ശുശ്രൂഷിപ്പാനും അവസരം ലഭിച്ചത് നന്നായി ഓർക്കുന്നു. മികച്ച ഒരു പ്രഭാഷകനായിരുന്നു എന്ന് മാത്രമല്ല, അനേകം ആളുകൾ വടക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ മലയാള പ്രസംഗങ്ങളും ഹിന്ദി പ്രസംഗങ്ങളും ഇംഗ്ലീഷ് പ്രസംഗങ്ങളും ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുവാനും ദൈവം തൻ്റെ ദാസനെ ഉപയോഗിച്ചിരുന്നു. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് ഈ ഭാഷകളിലൊക്കെ പ്രാവീണ്യം സിദ്ധിച്ച ദൈവദാസനെ ഏകദേശം 4 പതിറ്റാണ്ടോളം വടക്കേ ഇന്ത്യയുടെ വയലുകളിൽ സ്വർഗസ്ഥനായി ദൈവം ഉപയോഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രന്ഥകാരൻ, വിശിഷ്ടനായ ഒരു ഗായകൻ,
എന്ന് തുടങ്ങി പല താലന്തുകൾ ദൈവം സ്വർഗസ്ഥനായി ദൈവം തനിക്ക് ഏൽപ്പിച്ചിരുന്നു. ആ ശുശ്രൂഷകളെല്ലാം വിശ്വസ്തയോടെ തികച്ച ശേഷമാണ് കർത്താവിൻ്റെ ദാസൻ അക്കരെ നാട്ടിലേക്ക് പോയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് ദൈവം നൽകിയത്. സിസ്റ്റർ ലേയാമ്മ സാമുവേൽ സോദരി സമാജ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. തൻ്റെ മക്കൾ ഗ്രേസ്, ജോയ്സ്, ജോളി ഇവരെല്ലാം കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും അതിഥി സൽക്കാരത്തിലൊക്കെയും മുന്നിട്ട് നിൽക്കുന്നവരുമാണ്. സ്വർഗസ്ഥനായ ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ KG സാമുവൽ വടക്കേ ഇന്ത്യയുടെ വയലുകളിൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ എല്ലാ കാലത്തും ഓർക്കത്തക്കതാണ്. താൻ അനേകം വിദ്യാർത്ഥികളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് പോർക്കളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുടെ തീരത്ത് തേജസ്സോടുകൂടി ബഹുമാന്യ കർത്തൃദാസനെ കാണാം എന്ന് ഞാനും ആശിക്കുന്നു. നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിനായി പ്രതീക്ഷിച്ചുകൊണ്ട് അക്കരെ നാട്ടിൽ പോയിരിക്കുന്ന ഈ ബഹുമാന്യ ദൈവദാസനായി ദൈവത്തിന് സ്തോത്രം. എൻ്റെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല IPC ഡൽഹി സ്റ്റേറ്റിലുള്ള സകല സഭകളുടെയും ശുശ്രൂഷകന്മാരുടെയും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവിൻ്റെ ദാസൻ KG സാമുവൽ ചേട്ടൻ നിത്യതയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ആയിരുന്നപ്പോൾ 32 വർഷം കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ വേലയിൽ ഒത്തിരിപ്പാൻ അവരെ സഹായിച്ചു. അടികൾ അവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു കൊടുക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ദാസനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് അടിയങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവത്തിന് സ്തോത്രം. ചേട്ടൻ ഞങ്ങളെ വിട്ട് കടന്നു പോയാൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. എന്നാൽ തന്നെ നിത്യതയിൽ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങളായിരിക്കുന്നു. ലേമാമയെയും ഗ്രേസ്മോളെയും കുടുംബത്തെയും ജോയ്സ്മോളെയും കുടുംബത്തെയും ജോളിമോളെയും കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ബന്ധു മിത്രാദി ചാർച്ചക്കാരെയെല്ലാം ദൈവം ആശ്വസിപ്പിക്കാമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. Praise the Lord. To talk about Okachan, there are a lot of memories since my childhood, but I know this is not the correct time to talk about them all. But I clearly remember that whenever he used to come from US to Delhi, he would stay with us and share his life experiences, which was really an encouragement for all of us. In this emotionally difficult time, we especially continue to pray for Layamichi, Grace Mama and family, Joyce Mama and family, Jolie Mama and family. With prayers, I conclude. Praise the Lord. In this time we pray to God that He may fill the grieving family with His peace and love, and we hope to see our dear Apachan on that beautiful shore one day. May God bless us. Amen. Praise the Lord. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പാസ്റ്റർ KG ജോൺ കുട്ടി, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KG സാമുവലിൻ്റെ ഇളയ സഹോദരനാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലം വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങൾ കർത്താവിന് വേണ്ടി വളരെ ധ്യാനം ചെയ്ത് അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവിൻ്റെ ദാസന് കൃപ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് പല സ്ഥലത്തും പോകുവാനും ശുശ്രൂഷിപ്പാനും യാത്ര ചെയ്യുവാനും ഒക്കെയും അവസരം ലഭിച്ചിട്ടുണ്ട്. അതൊക്കെയും ഓർമ്മയിൽ വരികയാണ്. ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയ അച്ചായനെ ഞങ്ങൾക്കൊരു ദിവസം കാണാം. ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സർവാശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.